വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രാജ്യത്തിന്റെ പട്ടികയിൽ പോലും കണക്ക് കൂട്ടാത്ത പലസ്തീൻ, ഇന്നും ഒരു പ്രദേശമായി മാത്രം നിൽക്കുന്ന പലസ്തീൻ, എല്ലാം കൊണ്ടും തകർച്ചയിൽ നിൽക്കുന്ന പലസ്തീൻ, ആയുധങ്ങളോ അല്ലെങ്കിൽ ആൾബലമോ ഒന്നുമില്ലാത്ത പലസ്തീൻ. പക്ഷേ ആ പലസ്തീൻ 2021 ഇസ്രയേലിനോട് നേർക്ക് നേരെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് അന്താരാഷ്ട്ര ലോകം മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുള്ളത്. അതായത് ഇസ്രയേലിനെ നേർക്ക് നേർ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇസ്രയേൽ ആദ്യം അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിന് ശക്തമായ തിരിച്ചടി കൊടുക്കുന്നു. 5 മിനിറ്റിൽ 137 മിസൈലുകൾ ഇസ്രയേലിന്റെ അതിർത്തി കടന്ന് ഇസ്രയേലിന്റെ നഗരപ്രദേശങ്ങളിലേക്ക് ഹമാസ് തൊടുത്തുവിടുന്നു. ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ദാ ഇപ്പോൾ ഇസ്രയേലിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അൽ ജസീറയുടെ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതായത് ഹമാസ് തൊടുത്തുവിട്ട ഒരു റോക്കറ്റ് അഥവാ ഒരു മിസൈൽ അത് ഈ പട്ടാളക്കാരൻ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് വന്ന് വീഴുകയും പട്ടാളക്കാരൻ അവിടെ നിന്ന് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതായത് സൈനികർക്ക് തിരിച്ചടി ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രയേലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഏറ്റവും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിൽ 6-ൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചു. അതായത് 10ഓളം മരണങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നുള്ളത്. ഒപ്പം അതിർത്തിയിൽ വെച്ചിട്ട് ഇസ്രയേലിന്റെ ഒരു യുദ്ധ ടാങ്കറിലേക്ക് ഹമാസ് ആക്രമണം നടത്തുകയും ഈ യുദ്ധ ടാങ്കറിൽ ഉണ്ടായിരുന്ന 3ഓളം പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 10ഓളം മരണങ്ങൾ ഇസ്രയേലിൽ സംഭവിച്ചു എന്നുള്ളത് ഇസ്രയേലിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പലസ്തീൻ ഇങ്ങനെ തിരിച്ചടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഓരോ മണിക്കൂറിലും റോക്കറ്റുകൾ തൊടുതുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അയൺ ഡോമിന് തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ഫലസ്തീന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം ഏറ്റവും വലിയ സങ്കട വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടയിൽ ഒരു 6 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇസ്രയേലിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. 6 വയസ്സുകാരൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകില്ല. അങ്ങനെ എത്രയോ കുട്ടികൾ ഫലസ്തീന്റെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഫലസ്തീനിൽ 14 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അപകടം തന്നെയാണ്. അങ്ങുമിങ്ങും നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപരാധികൾ അവർ ആരാണ് ഈ വിഷയത്തിൽ അപരാധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇസ്രായേൽ തന്നെയാണ്. 1947 മുതൽ ഇങ്ങോളം പലസ്തീന്റെ ഭൂപ്രദേശങ്ങൾ ഓരോന്നോരോന്നായി കൈയടക്കി വെക്കുകയും പലസ്തീനികളെ ആക്രമിക്കുകയും ചെയ്തത് ഇസ്രയേൽ തന്നെയാണ്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം ഉണ്ടായിരുന്നില്ല. ഫലസ്തീനെ കീഴടക്കിക്കൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾ പട്ടിണിയിലായി, അവർക്ക് വീടില്ല, അവർക്ക് സ്വന്തമായി രാജ്യമില്ല, പ്രദേശങ്ങളില്ല, ജോലിയില്ല. അവസാനം അവർ പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി തുടരേണ്ട ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് ഇസ്രയേൽ തന്നെയാണ്. ആ ഇസ്രയേലിന് ഇപ്പോൾ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും മറുപടി കൊടുത്തിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നല്ല ചുട്ട മറുപടിയാണ് ഫലസ്തീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും വെറുതെയല്ല, ഫലസ്തീനിൽ ആക്രമണം ഉണ്ടാക്കി നിരപരാധികളായിട്ടുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കൊന്നതിനുള്ള ഒരു പ്രത്യാക്രമണമാണ് പലസ്തീൻ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കമാൻഡർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രയേൽ വലിയ ഞെട്ടലിലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.